കേരളം എല്ലാ മേഖലയിലും ഒന്നാമതാണെന്ന യഥാർത്ഥ കേരള സ്റ്റോറി മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തേവലക്കരയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുകയാണ്. ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 18 അംഗങ്ങൾ ബിജെപിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളം നമ്പർ 1 എന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചവറ തേവലക്കരയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് മറച്ചുവെക്കാനുള്ള ഒരുപാട് ശ്രമമാണ് BJPയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് രാജ്യം തന്നെ തള്ളിക്കളഞ്ഞ ഒരു സിനിമ ചിത്രീകരണം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ നാടാണ് പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു സംസ്ഥാനം. അക്കാര്യത്തിൽ നമ്പർ 1 സ്ഥാനമാണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ നില, കേരളത്തിന്റെ ആരോഗ്യനില, കേരളത്തിന്റെ സാമൂഹ്യ മേഖല, കേരളത്തിന്റെ മറ്റ് വിവിധ മേഖലകൾ, ജീവിത നിലവാരമടക്കം ഇതെല്ലാം നമ്പർ 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കേരള സ്റ്റോറി കേരളം നമ്പർ 1 എന്നതാണ്. അത് മറച്ചു വെക്കാനുള്ള ഒരുപാട് ശ്രമമാണ് BJPയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യം തന്നെ തള്ളിക്കളഞ്ഞ ഒരു സിനിമാ ചിത്രീകരണം ഉണ്ടായിട്ടുള്ളത്. ഇതും നാം കാണേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക മേഖല, മറ്റ് വിവിധ മേഖലകൾ, ജീവിത നിലവാരം ഉൾപ്പെടെ കേരളം നമ്പർ 1 ആണ്. കേന്ദ്രം കേരളത്തെ ഞെരുക്കുമ്പോൾ ഇവിടെ നിന്നും അയച്ച 18 അംഗങ്ങൾ സ്വീകരിച്ച നടപടി എന്താണ്? 1,75,000 കോടി രൂപയുടെ കടമാണ് കേന്ദ്രം വരുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് UDFും കോൺഗ്രസും സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ തെറ്റ് തുറന്നു കാണിക്കാനും വിമർശിക്കാനും അതിന്റെ ഭാഗമായി തിരുത്തണമെന്ന് ആവശ്യപ്പെടാനും ഒക്കെ സാധാരണ ഏത് നാട്ടിലെയും ജനപ്രതിനിധികൾ തയ്യാറാണ്. പക്ഷേ നിർഭാഗ്യകരമായ കാര്യം, കേരളത്തിൽ നിന്ന് പോയ പാർലമെന്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗവും അതിന് സന്നദ്ധമായില്ലായിരുന്നു. കേരളത്തിലെ എല്ലായിടത്തും LDF തരംഗം അലയടിച്ച് ഉയരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ പുത്തേഴം അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, സ്ഥാനാർത്ഥി M മുകേഷ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് K രാജു, സെക്രട്ടറി K വരദരാജൻ, ഡോക്ടർ PK ഗോപൻ, MH ഷാരിയർ, S സുദേവൻ, T മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.